ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ദീപകിന്റെ പ്രശ്നത്തിന് നമുക്ക് തമ്മിൽ തമ്മിൽ എന്നൊരു പ്രോഗ്രാമില് ഒരു സ്ത്രീ വന്നിരുന്നു, ഫെമിനിസ്റ്റ് അല്ലേ. അതെല്ലാവർക്കും അറിയാം, ശ്രീലക്ഷ്മി അറക്കലാന്നറിയാം. അതിനപ്പുറം തന്നെ വേറൊരു സ്ത്രീ ആക്ഷൻ സോങ് കാണിച്ചിരുന്നിരുന്നു. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ഐശ്വര്യ ലക്ഷ്മിയാണ് അത് കേട്ടോ. ഐശ്വര്യ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ സോങ് കാരി ഉണ്ടായിരുന്നു. അതിലിരുന്നിട്ട് കണ്ണും മൂക്കും മോന്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുളുക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടൊരു അഭിപ്രായമോ ഒന്നും വ്യക്തമാക്കാത്ത ആളായിരുന്നു. ആൾ അവിടെ കിടന്നിട്ട് ഭയങ്കര ആക്ഷൻ സോങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു, നേഴ്സറി കുട്ടികളെ ആക്ഷൻ സോങ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ വ്യക്തിയെ, റോഹൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞ കുറെ കാര്യങ്ങൾ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം, ആ സ്ത്രീ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇയാൾ മരിച്ചപ്പോൾ, അതായത് നമ്മുടെ ദീപക് മരിച്ചത് കൊണ്ടാണ് ഞാൻ അയാളെ വലിച്ചു കീറാത്തത്, അധികം സംസാരിക്കാത്തത്, ആ അമ്മയെ കരുതിയിട്ടാണ്. അച്ഛന്റെ ആ അഭിനയം കാണുമ്പോൾ എനിക്ക് അത്ര പൊട്ടിക്കരയുന്നൊന്നുമില്ല അച്ഛൻ. അതുകൊണ്ട് ആ അച്ഛൻ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, ഈ സ്ത്രീക്ക് തോന്നുന്നത് അത്ര എന്റെ മകൻ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു മാനസികാവസ്ഥയാണ് ആ അച്ഛന്റെ മുഖത്ത് എഴുതി കാണിക്കുന്നത്. അച്ഛൻ പൊട്ടിക്കരയുന്നില്ല. അതുകൊണ്ട് അച്ഛൻ തല കുമ്പിട്ടിരിക്കുമ്പോൾ എന്റെ മകൻ ചെയ്തിട്ടുണ്ടോ എന്ന് അച്ഛൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ ഫേസിൽ ശരിക്കും വായിച്ചറിയാമെന്ന് പറയുന്നത്. ഈ സ്ത്രീയൊക്കെ എന്ത് സ്ത്രീയാണ് ഇത്? ഫെമിനിസ്റ്റ് ആണോ ശരിക്കും? ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സ്ത്രീകളുണ്ട്, ചീത്ത സ്ത്രീകളുണ്ട്. ഇങ്ങനെ ഓരോ അഭിപ്രായം പറയുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ച് അടിച്ചു പുറത്താക്കുക വേണ്ട. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കല്, ഇവരൊക്കെ പറയുന്ന ന്യായങ്ങൾ കേട്ട് നമുക്കൊരു ചിരി വന്നു പോകും. ഇവർ ശരിക്കും ബുദ്ധി നിർത്തിട്ടാണോ പറയുന്നത്? താൽക്കാലികമായിട്ടുള്ള ബുദ്ധി നിർത്തിട്ടാണോ, സ്ഥിരമായ ബുദ്ധി നിർത്തിട്ടാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ മരണം, ആത്മഹത്യ എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമുള്ള സംഭവമൊന്നുമില്ല. ദീപക് മരിച്ചത് വലിയ കാര്യമൊന്നും അല്ല എന്നാണ് പറയുന്നത്. അത് പക്ഷേ എന്നാലും ഞാൻ ഷിംജിതയുടെ ഒപ്പേ നിൽക്കുകയുള്ളൂ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഞാൻ ദീപകിന്റെ ഒപ്പം നിൽക്കില്ല. കാരണം ദീപക് കൃത്യമായി ആ കൃത്യം ചെയ്തു എന്നത് എനിക്ക് ഉറപ്പാണ്. അയാൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിനെ വിറ്റ് കാശാക്കാൻ പോകുന്ന ഒരാൾക്കാരുണ്ടായിരുന്നു, മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. പക്ഷെ അവര് മാന്യരാണ് കേട്ടോ. അവരത് എഡിറ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകളാണ്. അതുകൊണ്ട് അവർക്ക് കുറെ അവരെ ഫെയിമിന് കുറച്ച് ചെറിയൊരു കോട്ടം തട്ടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഈ സ്ത്രീ പറഞ്ഞ ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അവര് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി തീർത്തിട്ട് പ്രൊമോ വിട്ടു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഒരു 20 ലക്ഷം ആൾക്കാരൊക്കെ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട്, അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അത്യാവശ്യം റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ സമൂഹത്തിനോട്. അതേപോലെയുള്ള കാര്യങ്ങളാണ് പുറത്തു വിടേണ്ടത് അല്ലെ. അപ്പൊ അവരൊരു പ്രൊമോ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഐശ്വര്യലക്ഷ്മിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, റോഹൻ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതില് ഈ ഐശ്വര്യലക്ഷ്മി പറയുന്നത്, ദീപക് ടച്ച് ചെയ്യുന്നത് വ്യക്തമായി അതിൽ കാണാം, എനിക്ക് അയാൾ അത് ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഈ ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഐശ്വര്യലക്ഷ്മി വേറൊരു സ്ഥലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവർ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇയാൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്, ബസ്സിൽ കയറി സ്ത്രീകളെ ഇങ്ങനെ മോശമായി പെരുമാറുന്നത് അയാളുടെ സ്ഥിരം സംഭവമാണെന്ന് എനിക്കറിയാം എന്നും കൂടി പറഞ്ഞത്. ഈ രണ്ടും കൂടി ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി തീർത്തിട്ട് ഇവർ പ്രൊമോ വിട്ടു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ദീപകിന്റെ മേൽക്കുള്ള സൈബർ ആക്രമണമാണ്, മരിച്ച ഒരു വ്യക്തിയുടെ മേൽക്കുള്ള സൈബർ ആക്രമണമാണ് അവർ തുറന്നു വിട്ടത്. ഇത്രയും ഫോളോവേഴ്സ്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അവർ അപ്പോളജി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബൈജൂസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇത് തുറന്നു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ വീഡിയോ ചെയ്തു. ഇങ്ങനെ വലിയൊരു ഗുരുതരമായ ഒരു തെറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെതിരെ ചെയ്തു. ഭീകര ഇഷ്യൂ ആയിട്ടാണ് ഇവർ ചെയ്തത്. അപ്പൊ റോഹൻ ഇന്റർവ്യൂവർ ചെയ്ത തെറ്റായിരിക്കില്ല, ഇത് എഡിറ്റേഴ്സിന്റെ ഭാഗത്തുള്ള തെറ്റായിരിക്കും എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് കേട്ടോ, ബൈജൂസ് വ്ലോഗിൽ പറയുന്നുണ്ട്. പക്ഷെ എങ്ങാനും ഇവർ നോക്കേണ്ടതില്ലേ, പുറത്തേക്ക് വിടുമ്പോൾ, പ്രൊമോയിൽ വിടുമ്പോൾ ഈ ദീപകിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വിടുന്നത് ശരിയാണോ? സൈബർ ആക്രമണം, മരിച്ച വ്യക്തിയാണ്, ചെയ്യാത്ത തെറ്റിനാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. എന്നിട്ടും വീണ്ടും ഇയാളുടെ മേലേക്ക് കുറ്റം ആരോപിക്കുക എന്ന് പറയുന്നത് ഒരു മാധ്യമ ധർമ്മമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജൂസ് വ്ലോഗ് ഇവരെ പൊളിച്ചടക്കുന്നുണ്ട്, മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ. ഇത് കണ്ടു ഇവരെ പ്രൊമോ ആണ് ഇട്ടത്. പ്രൊമോ ശരിക്കും പ്രോമിസ് അല്ല. പക്ഷെ പ്രൊമോ ഇടുമ്പോൾ നമ്മൾ ഇപ്പൊ ആ വ്യക്തി ആദ്യമായിട്ട് നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്, ദീപകിനെ കുറിച്ച് എന്താവും ചിന്തിക്കുക? അപ്പൊ ആ വ്യക്തി തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ വീണ്ടും വീണ്ടും അപമാനിക്കില്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെയാണ് ബൈജൂസ് വ്ലോഗ് ചെയ്തത്. ബൈജൂസ് വ്ലോഗ് ചെയ്തത് എത്രയും നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. അപ്പൊ ഇതിനെതിരെ അവർ വന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അവരും നല്ല ആൾക്കാരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്, അവരുടെ പറ്റി ചെറിയൊരു തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല അല്ലെ. ചെറിയൊരു തെറ്റ്, ആ തെറ്റ് വലിയൊരു സംഭവമാക്കുന്നത് അവർ തന്നെ ചിന്തിച്ചില്ല. അപ്പൊ അവർ വന്ന് സോറി പറഞ്ഞു, അപ്പോളജി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബൈജൂസ് വ്ലോഗിനോട് ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങൾ ആ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ബൈജൂസ് വ്ലോഗിന് എന്താണ് ഭയങ്കര പോപ്പുലാരിറ്റി നേടിക്കൊടുത്ത ഒരു വ്ലോഗാണ് അത് അല്ലേ.
അത് ഡിലീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് മോണിറ്ററി ബെനിഫിഷ്യൽ അതൊക്കെ കുറഞ്ഞു കിട്ടും. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായി, ഞാൻ ചെയ്തോളാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എഴുതി തരണം, എനിക്ക് എഴുതി തന്ന് മാപ്പപേക്ഷിച്ച് എഴുതി തരണം, എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എഴുതി കൊടുത്ത ഒരു നോട്ടീസാണ് നമ്മൾ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നമുക്ക് ഈ ബൈജൂസ് വ്ളോഗിനെ അഭിമാനിക്കാൻ, സന്തോഷിക്കാം. കാരണം അദ്ദേഹം ഒരു ഉദ്യമം ഏറ്റെടുത്തു, ആ ഉദ്യമം നിറവേറ്റിയില്ലേ. അപ്പൊ റെസ്പോൺസിബിൾ ആകാം എന്ന് എല്ലാ ചാനലിനും ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ പൊരുതുന്നവരായിരിക്കണം. വെറുതെ അത് അഞ്ഞ എന്ന് പറയാതെ ഇങ്ങനെ ജസ്റ്റിസിന് വേണ്ടി മാത്രം കണ്ടു. ഇപ്പൊ അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് തന്നെ ആ ദീപക് എന്നൊരു വ്യക്തിക്ക് വലിയൊരു നേട്ടമായി തീർന്നു അത്, അല്ലെ. ഒരു സൈബർ ആക്രമണം തന്നെ ഇല്ലാതാക്കി തീർന്നു. അതുപോലെ തന്നെ ഈ എന്താണ് നമ്മുടെ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ചാനലിന്റെ കണ്ണും കൂടി തുറപ്പിച്ചു. അവരും അപ്പോളജി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ അപ്പോളജിയിൽ എന്താ പറയുന്നത്? അവര് കാര്യമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഒരു പ്രൊമോ ഇട്ട് കൊടുത്തുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കി, അത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അറിയാത്ത കാര്യങ്ങളാണ്, അത് എഡിറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്, അതുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. വൈജസ് വ്ലോഗ് ഞങ്ങളെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വൈജസ് വ്ലോഗിനെയും പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്യമം കാരണം ഇങ്ങനൊരു സംഭവം സമൂഹത്തിന് നല്ലത് ഉണ്ടായി. അപ്പൊ രണ്ടു കൂട്ടരും നല്ലവർ തന്നെയാണ്. കാരണം വൈജസ് വ്ലോഗ് ചെയ്ത് വളരെ നല്ല പ്രവൃത്തി, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് സ്വന്തം തെറ്റ് തിരുത്തിയതും വലിയ പ്രവൃത്തി. തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഇല്ല, അല്ലേ. അപ്പൊ ചെറിയൊരു തെറ്റുണ്ടായത് അവർ തിരുത്തി, അവരത് ഡിലീറ്റ് ചെയ്തു. വൈജസ് വ്ലോഗും തിരിച്ചത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ സന്തോഷത്തോടെയാണ് അത് ഉണ്ടായത്. പക്ഷെ ഈ ഐശ്വര്യലക്ഷ്മി, അതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ആ അച്ഛനെ, ആ സ്വന്തം മകൻ നഷ്ടപ്പെട്ട ആ അച്ഛനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഷിംജിത തെറ്റ് ചെയ്തു എന്ന്, അല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് ശിക്ഷ ലഭിക്കുമാറാകട്ടെ.